സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. കാരണം പ്രഭാവതി എവിടെയായിരുന്നു എന്നുള്ള ആ ഞെട്ടിക്കുന്ന രഹസ്യം ആരോടും തന്നെ തുറന്നു പറയുന്നില്ല. മറിച്ച് സന്തോഷവതിയായിട്ട് നോമിനേഷൻ കൊടുക്കാനൊക്കെ ആയി പോവുകയാണ്. ഈ സമയം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ദേവികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാമെന്നും പിന്തിരിയാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥൻ പൊട്ടിത്തെറിക്കുന്നു. അത് മനസ്സിലാക്കുന്ന ദേവികയും നന്ദൻ സിദ്ധുവിന് ധൈര്യം കൊടുക്കുകയാണ്. ഒരിക്കലും താൻ പിന്തിരിയില്ല എന്നും അമ്മയ്ക്കൊപ്പം തന്നെ മത്സരിക്കാൻ താൻ റെഡിയാണെന്നൊക്കെ ദേവിക വാക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ ജയിച്ചിരിക്കുമെന്നും പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രത്യേക ഒരു ഊർജ്ജമാണ് ഉണ്ടാവുന്നത്. പക്ഷെ ദേവികയും നന്ദനും സിദ്ധുവിന്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഭാര്യയ്ക്കും മകൾക്കും ഇടയിൽ കിടന്നുള്ള ഒരു കുടുംബനാഥന്റെ അവസ്ഥ. ഭാര്യയെ വേണം സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മകളെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നറിയാതെ സിദ്ധു കിടന്ന് ശ്വാസം മുട്ടുകയാണെന്നും അച്ഛന് വേണ്ട സപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ നന്ദനും ദേവികയും തീരുമാനിക്കുന്നു. പിന്നീട് ഇലക്ഷന്റെ പ്രചരണവും മറ്റും പോസ്റ്റർ ഒട്ടിക്കലൊക്കെ തന്നെ നന്നായി തന്നെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ത്യാഗരാജനാണ് ദേവികയ്ക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നതും അതുപോലെ നാട് നീളെ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നത്. അങ്ങനെ ഭാർഗവിയാണ് പ്രഭയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഭാർഗവി പറയുന്നുണ്ട്, ആ ദേവിക ഉണ്ടല്ലോ, അവൾ അഹങ്കാരിയാണ്, അവളെ ആ പ്രഭക്കുഞ്ഞിനെ ജയിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്, ഉറപ്പ് അവൾ തോറ്റ് തുന്നം പാടിയിരിക്കും, എന്റെ പ്രഭക്കുഞ്ഞായിരിക്കും ജയിക്കാൻ പോകുന്നത്, കാരണം അത്രത്തോളം നല്ലവളാണ് എന്റെ പ്രഭക്കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത് നിൽക്കുന്ന തന്റെ സുഹൃത്തുക്കളോട് വലിയ ആളാവുകയാണ്. അഥവാ പ്രഭക്കുഞ്ഞ് ജയിച്ചില്ലെങ്കിൽ എന്നെ പട്ടിയെ വിളിക്കുന്നത് പോലെ വിളിച്ചോ എന്നൊക്കെ ഭാർഗവി പറയുന്നുണ്ട്. ഭാർഗവി ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് ഗൗരിയോടും അത് തന്നെയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ഗൗരി പറയുന്നുണ്ട്, എന്തായാലും പ്രഭാവതി ആന്റി ജയിക്കാനായിട്ട് പോകുന്നില്ല, ദേവിക തന്നെയായിരിക്കും ജയിക്കുക, അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ. അത് കേൾക്കുമ്പോൾ ഭാർഗവിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്റെ മകന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഒന്നും പറയാത്തത്, മിണ്ടാതെ ഇരുന്നോ, വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, എന്റെ പ്രഭ തന്നെയായിരിക്കും ജയിക്കുക എന്നൊക്കെ അവർ തറപ്പിച്ച് വിശ്വസിക്കുകയാണ്. പിന്നീട് വീട്ടിലേക്ക് തിരികെ എത്തും പ്രഭാവതിയെ ചോദ്യം ചെയ്യാനും മറ്റും തന്നെ ദേവികയും നന്ദനും സിദ്ധാർത്ഥനും ആരും ഇതിന് നിൽക്കുന്നില്ല. അങ്ങനെ താൻ നോമിനേഷൻ കൊടുത്തു എന്നും മത്സരിക്കുന്നതിന് തീരുമാനിച്ചെന്നൊക്കെ തന്നെ പ്രഭാവതി പറയുമ്പോൾ അതൊക്കെ നിന്റെ ഇഷ്ടമാണെന്ന് പറയണം. പിന്നെ ഞങ്ങൾക്കാർക്കും നീ മത്സരിക്കുന്നതിൽ യാതൊരു വിധ എതിർപ്പില്ല എന്നും പറയുന്നുണ്ട് എല്ലാവരും. പ്രഭയാണെങ്കിൽ അവരുടെയൊക്കെ ആ മാറ്റം കണ്ടിട്ട് ആകെ ഷോക്കായി പോവുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥം പറയുകയാണ്, നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ രഹസ്യം പറയണമായിരുന്നു, നീ എവിടെയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലെന്ന്, പക്ഷെ നീ അത് പറഞ്ഞില്ല. അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് നിന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്നോട് വലുതായിട്ട് പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പ്രഭയോടാണെങ്കിൽ സിദ്ധാർത്ഥം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ പ്രഭ പറയുന്നുണ്ട്, ആരും എന്നെ ഒന്നും പറഞ്ഞ് തകർത്താനൊന്നും നോക്കേണ്ട, ഈ ഇലക്ഷനിൽ ഞാൻ തന്നെയായിരിക്കും വിജയിക്കുക. ഈ സമയം സിദ്ധു പറയുകയാണ്, നോക്കാം, എന്തായാലും തോറ്റ ചരിത്രം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വെച്ച ക്യാഷ് നഷ്ടപ്പെട്ടതായിരിക്കും മിച്ചമെന്നൊക്കെ പറയുകയാണ്. ഇത് ദേവികയ്ക്കാണെങ്കിൽ വല്ലാതെ ആവുന്നുണ്ട്. അങ്ങനെ രജനി ഒരു സത്യം മനസ്സിലാക്കുകയാണ്. അതായത് പ്രഭയും ദേവികയും ഒരു വീട്ടിലിരുന്നാൽ ശരിയാവില്ല, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം ദേവികയെ കാണാനായിട്ട് രജനി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പറയുന്നത് കേട്ട് നീ ഒന്നും വിചാരിക്കേണ്ട, ഇലക്ഷൻ കഴിയുന്നത് വരെ നീ ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്, ഇവിടെ നിൽക്കണ്ട, ഒരുപക്ഷെ അത് അമ്മയിൽ കൂടുതൽ ശത്രുത ഉണ്ടാക്കാൻ കാരണമാകും. നമ്മളെല്ലാവരും രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബത്തിന് മുൻതൂക്കം കൊടുക്കണം, അതുകൊണ്ട് ദേവിക തന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യുള്ളൂ, ചന്ദ്രോത്തിൽ നിന്ന് തന്നെ മത്സരിക്കാനാണ് ചേച്ചി എനിക്കും ആഗ്രഹം, പിന്നെ നന്ദുവിന്റെയും അച്ഛന്റെയും അഭിപ്രായവും അത് തന്നെയാണെന്ന് പറയുമ്പോൾ അപ്പോ നീ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ലേ, അല്ലെങ്കിൽ നിനക്കിപ്പോ അഹങ്കാരമാണല്ലോ. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ചേച്ചി അധികമൊന്നും സംസാരിക്കണ്ട, അമ്മയെ കാണാതായപ്പോൾ ചേച്ചി അച്ഛനെ സംശയിച്ചതല്ലേ, അത്രയേ ഉള്ളൂ, സ്വന്തം അച്ഛനോടുള്ള ചേച്ചിക്കുള്ള ആ വിശ്വാസം, അതുകൊണ്ട് എനിക്ക് ആ മനുഷ്യനെ അങ്ങനെ വില കുറഞ്ഞ് കാണാനായിട്ട് കഴിയില്ല, അച്ഛൻ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യുള്ളൂ, അച്ഛൻ ഇവിടെ നിന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കും, പിന്നെ എല്ലാവർക്കും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, ആരും കരുതുന്നത് പോലെ ഞാൻ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ നിൽക്കുന്നത്, അമ്മയാണല്ലോ എന്നെ തോൽപ്പിക്കാനായിട്ട് നിന്നത്. ഇതൊക്കെ കേട്ട് രജനി പറയുന്നുണ്ട്, നിന്നെ നല്ലതിനു വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ മാറി നിൽക്കാനായിട്ട് പറഞ്ഞതെന്ന്, വേണ്ട, ഞങ്ങൾ രണ്ടാളും ചന്ദ്രത്തിൽ നിന്ന് ജയവും തോൽവിയും ഏറ്റുവാങ്ങിക്കോളാം, മാറി നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലെന്ന് ഇങ്ങനെ ദേവിക ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ രജനിയാണ് എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കടുത്ത ആ ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് ഇനി ചന്ദ്രോത്ത് വീട്ടിൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.